ശ്രീ ജയചന്ദ്രൻ നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ശ്രീ ജയചന്ദ്രൻ, തൊട്ടു മുമ്പ് ഞങ്ങൾ കേൾപ്പിച്ചത് കെ സുധാകരൻ്റെ വാക്കുകളാണ്. അങ്ങ് ഒരു ഇടതുപക്ഷ നിരീക്ഷകനാണെങ്കിൽ പോലും ഞാൻ മറുഭാഗമെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ കാണുന്ന ഒരു കാര്യം, എതിർപക്ഷത്തെ തോൽപ്പിച്ചു എന്നതിലുപരി തങ്ങളുടെ ഒരു ഒരുമ കൂടുതൽ പ്രകടമാക്കാൻ കഴിഞ്ഞു എന്നാണ്. UDF ഒരു പാർട്ടി പോലെ ഒന്നായി എന്നാണ് VD സതീശൻ്റെ വാക്കുകൾ. അത് LDF എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിൻ്റെ ഒരുമ അത് ഏറെക്കാലം നീണ്ടു നിൽക്കുന്നതാകുമോ, അതോ സ്വാഭാവികമായും പലപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ ഒരു ജയം അവരെ പെട്ടെന്ന് മതോന്മത്തരാക്കി വീണ്ടും തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും? അങ്ങ് പുറത്തുനിന്ന് അതിനെ വീക്ഷിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? അത് ഈ ചടുലമായ വളരെ ഫാസ്റ്റായിട്ടുള്ള ചില ട്രിക്കി പ്ലേസ് ഇതിനിടെ കണ്ടു. ട്രിക്കി എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ. അത് പറയാം, പെട്ടെന്ന് വേഗം പറയാം. ഒരു ദിവസം രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവിക്കുകയാണ് പരസ്യമായി, ഇത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്, BJP അവിടെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് അതിന് മറുപടി വരുന്നു. അതിന് ഉടനെ മറുപടി വരികയാണ് UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന്. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ്. CPM-ഉം BJP ആയിട്ടുള്ള അന്തർധാര എന്ന് ഞങ്ങൾ പറയുന്നത് ഇതിനാണ്. അതിപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ, ബോധ്യപ്പെട്ടല്ലോ എന്ന് പറയുന്നു. ആ ദിവസം കടന്നു പോകുന്നു. ആ ദിവസം മുഴുവൻ ചർച്ച ചെയ്താണ് CPM BJP അന്തർധാര. പിറ്റേ ദിവസം രാവിലെ ഈ ഇതേ ചർച്ച തന്നെ ഓടുന്നു ചാനലുകളിലൊക്കെ, പത്രങ്ങളിലും വാർത്ത വരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു ഇന്ററിം അറേഞ്ച്മെന്റ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി തയ്യാറായി രംഗത്ത് വരുന്നു. അദ്ദേഹത്തിന്റെ പേര് മോഹൻ ജോർജ് എന്നാണ്. അപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥി ആവുമ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാവുന്നു, അനൗൺസ് ചെയ്യുന്നു. അന്നോ പിന്നീടോ PJ ജോസഫ് എന്ന രാഷ്ട്രീയ നേതാവ് ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ലല്ലോ, അതിനെപ്പറ്റി ഒന്നുമില്ലല്ലോ. അതങ്ങനെ നിൽക്കട്ടെ. തൊട്ട് പിന്നിൽ മറ്റൊരു സംഭവം, 2021 അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തൃപ്പൂണിത്തുറയിലെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണന്റെ പരസ്യമായ വിലാപം, ഞാൻ തെണ്ടിപ്പറിക്ക് നടന്നുണ്ടാക്കിയ വോട്ടേ എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കി വോട്ടെല്ലാം BJPക്കാർ, എൻ്റെ പാർട്ടിക്കാർ കോൺഗ്രസിന് കെ ബാബുവിന് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. പ്രസ്ഥാനം ശ്രദ്ധിക്കണം, ഞാൻ തെണ്ടിപ്പറിക്ക് നടന്നുണ്ടാക്കിയ വോട്ടേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ മോഹൻ ജോർജ് മനസ്സിലാക്കണം, 6000 വോട്ട് നേരെ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം തന്നെ, ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ എത്ര വോട്ടാ കൊടുക്കാൻ പോകുന്നുള്ളൂ എണ്ണി കഴിയുമ്പോൾ പറയാം എന്ന് ഞാനതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്ര പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ട്രിക്കി പ്ലേ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എത്ര കൗശലത്തോടുകൂടിയാണ് ഈ ഒരു ഇന്റർവ്യൂ. ജയചന്ദ്രൻ, എന്തായാലും നമുക്ക് അങ്ങനെ സങ്കീർണ ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചുള്ള പരിശോധനകൾ വരും. പാർട്ടി അവിടുത്തെ ജില്ലാ ഘടകം അത് തീർച്ചയായും മേൽത്തട്ടിലേക്ക് ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കും. പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയൊക്കെ വിശദമായി വിലയിരുത്തും. ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള MV ഗോവിന്ദന്റെ ആ പരാമർശം, അതായത് പരാമർശം എന്നത് മാതൃഭൂമി ന്യൂസിൽ നൽകിയ ഒരു അഭിമുഖമാണ്. ആ അഭിമുഖം ഏതെങ്കിലും ഒരു ആശയക്കുഴപ്പം പ്രവർത്തകർക്കിടയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? കാരണം അത് പറയാൻ കാരണം എന്താണ്, ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഇടത് ഹാൻഡിലുകളിൽ നിന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ അപസ്വരങ്ങൾ ഈ ദിവസം ഉയരുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇടത് ഹാൻഡിലുകൾ മാത്രമല്ല, വലത് ഹാൻഡിലുകളും നിഷ്കൂകളും ഒക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ കാര്യഗൗരവമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. ചില മാധ്യമങ്ങളും അത് തന്നെ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മാതൃഭൂമിയിൽ അഭിലാഷ് മോഹനുമായിട്ട് ഗോവിന്ദ മാഷ്ട ഇന്റർവ്യൂ അങ്ങനെയൊന്നും അല്ലാന്നേ. ഇപ്പം അതും ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ 21ാം നൂറ്റാണ്ട് എങ്ങനെയാണെന്നുള്ള പരിശോധിച്ചാൽ മതി. അത് കൃത്യമായ വിലയിരുത്തൽ അനാലിസിസുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്, സ്റ്റഡീസും വന്നിട്ടുണ്ട്. ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ 15 ദിവസം മുൻപ് വോട്ടർമാർ തീരുമാനിക്കും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. പിന്നെ അത് മാറണമെങ്കിൽ അസാധാരണ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ള അത്തരം സ്റ്റഡീസിൽ പറയുന്നുണ്ട്. 2 സന്ദർഭങ്ങൾ പറയാം. ശ്രീ ജയചന്ദ്രൻ മാഷ് സംസാരിച്ചതിന് എന്തായാലും വിലയിരുത്തലുകളും വിശകലനങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.